ലക്ഷ്മി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഒരു മത്തങ്ങ പായസമാണ് വയ്ക്കാൻ പോണത്. നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കിയ മത്തങ്ങയാണ് ഇത്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് 2 വീസിൽ അടുപ്പിക്കാം. രണ്ട് തേങ്ങ എടുത്തു. അതിൻ്റെ രണ്ട് തേങ്ങയുടെ പാലാണ്. രണ്ടാം പാല് കുറച്ചൊഴിച്ച് നമുക്ക് വേവിക്കാം. ഒരു 4 ശർക്കര ഇട്ടിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. സ്റ്റവ് കത്തിച്ച് ഉരുളി അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. 2 സ്പൂൺ. കുറച്ച് തേങ്ങ ചെറുതായി നോക്കിയതാണ്. ഇതൊന്നും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. കോരിയെടുക്കുന്നു. കുറച്ച് മുന്തിരിങ്ങ ഇടാം. പറയാം. ഇനി നമുക്ക് മത്തങ്ങ വേവിച്ചത് ഇടാം. മത്തങ്ങ നന്നായി ഉടച്ച് നമുക്ക് ഇനി ഒന്ന് ഈ നെയ്യിൽ കിടന്ന് നമുക്ക് മത്തങ്ങ നന്നായി ഉടച്ചെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. എടുക്കാം. കുറച്ച് തേങ്ങ 5 സ്പൂൺ അരിപ്പൊടി എടുത്ത് കുറച്ച് തേങ്ങാപ്പാലിൽ കലക്കിയെടുക്കാം. അരിപ്പൊടി കലക്കിയത് ഒഴിക്കാം. ഒഴിക്കട്ടെ. അരിച്ച് മാറ്റി വെച്ച ശർക്കരപ്പാനി ഒഴിക്കാൻ. ഒരു നുള്ളു ഉപ്പിടാം. നമുക്ക് ഏലക്കാപ്പൊടി ഇടാം കുറച്ച്. രണ്ടാം പാൽ ഒഴിച്ച് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിച്ച് വാങ്ങി വയ്ക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടാം. തേങ്ങ കൊത്തി വറുത്തതൊക്കെ. ചൂടോടെ നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കുടിക്കുന്ന കാണിക്കാം. നമുക്ക് കുടിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കൂട്ടുകാരെ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണേ. നാളെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം.